പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ ദിവസം മനോല്ലാസത്തിന്റെ ദിവസമാണ്. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദിവസം. അതായത്, നിങ്ങൾ ദുഃഖിച്ച് എന്തെങ്കിലും വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ കാര്യത്തെ മാറ്റി നിങ്ങളെ സന്തോഷിപ്പിക്കും. കാരണം യേശു നിങ്ങളോട് സ്നേഹവും കരുതലുമുള്ള ദൈവമാണ്. എന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. അതായത്, നമുക്കുണർവുള്ള ഒരു ഹൃദയമാണ് ആവശ്യം. ഒരു തെറ്റ് ചെയ്താൽ മനസ്സിലൊരു ഉണർവ് തോന്നുന്നില്ലേ? ഒരു തെറ്റ് ചെയ്തു പോയി, ഇങ്ങനെ സംസാരിച്ചുവല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നില്ലേ? ചിലർക്ക് അത്തരം ഒരു തോന്നലുണ്ടാവാറേയില്ല. കണ്ടിട്ടില്ലേ? ചില കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ ഒരാൾ കൊല ചെയ്തു, ഒരു ചെറിയ കുട്ടിയെ ലൈംഗിക പീഡനം ചെയ്ത് കൊന്നുകളഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയാൽ ചിരിച്ചുകൊണ്ടായിരിക്കും വരിക. കുറ്റം ചെയ്തു എന്നൊരു തോന്നൽ പോലുമില്ലാതെ വരുന്നത് കണ്ടിട്ടില്ലേ? ഈ കാലത്ത് ഉണർവില്ലാത്ത മനസ്സ് അനേകം പേർക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്തു, ഒരു തെറ്റ് നടന്നുപോയി എന്നൊരു ചിന്ത പോലുമില്ലാതെ തുനിഞ്ഞു ചെയ്യുന്നവര് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയാവരുത്. നാം എപ്പോഴും ഒരു ഉണർവുള്ളവരായിരിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 119 സങ്കീർത്തനം 73 വാക്യം. നിന്റെ കൽപ്പനകളെ പഠിപ്പിക്കാൻ എനിക്ക് ബുദ്ധി നൽകണമേ. ദൈവത്തിന്റെ കൽപ്പനകൾ ബൈബിളിൽ ദൈവം എഴുതി തന്നിട്ടില്ലേ? ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. വഴി നടത്തുന്ന ധാരാളം ഉപദേശങ്ങളുണ്ട്. ധാരാളം കൽപ്പനകളുണ്ട്. നാം പാലിക്കേണ്ട ധാരാളം കൽപ്പനകൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത്, കള്ളം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, ഇങ്ങനെ പല കാര്യങ്ങൾ എഴുതി തന്ന് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, കൽപ്പനകൾ പ്രകാരം ദൈവം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൽപ്പനകൾ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ സംക്രമിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റ് നാം ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാകും. പരിശുദ്ധാത്മാവ് വചനം മുഖേന നമ്മോട് സംസാരിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനതറിഞ്ഞിട്ടുണ്ട്. ചെറിയ തെറ്റ് ചെയ്താൽ പോലും സമാധാനമില്ലാതാകും, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കും, നീ ഈ കാര്യത്തിലെടുത്ത തീരുമാനം തെറ്റാണ്, ഇവനോട് സംസാരിച്ച വിധം തെറ്റാണ്, ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ലേ, നീ ഇങ്ങനെ നടന്നുവല്ലോ. ആ വേദവചനങ്ങളെ, ആ കൽപ്പനകളെ ഓർമ്മിപ്പിച്ച് കർത്താവ് നമ്മെ ഉണർവുള്ളവരാക്കും. ഇതാണ് ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും ആവശ്യം. ഉണർവുള്ള ഒരു ഹൃദയം. ചിലരെന്ത് തെറ്റ് ചെയ്താലും, എത്ര പേരെ വേദനിപ്പിച്ച്, എത്ര തെറ്റുകൾ ചെയ്താലും ഒരു ഉണർവുമില്ലാതെ തങ്ങളെ പരിശുദ്ധവാന്മാരായി ചിത്രീകരിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വളരെ അപകടം പിടിച്ചതാണ്. ഒടുവിൽ നാം നരകത്തിലേക്ക് പോകേണ്ടതായി വരും. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവ് വന്നു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്ന ചിന്ത, ഉടനെ പരിശുദ്ധാത്മാവ് നമ്മെ ശരിയാക്കി വിശുദ്ധീകരിച്ച് ഇനി ഒരിക്കലും അത് ചെയ്യാത്ത വിധം നമ്മെ വഴി നടത്തും. ഈ ഉണർവുള്ള ഹൃദയം എപ്പോഴാണ് ഉണ്ടാവുക? കൽപ്പനകൾ പാലിക്കുമ്പോൾ, ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ട് യഹോവയുടെ വചനം ധ്യാനിച്ച് അവന്റെ കൽപ്പനകൾ നാം അറിഞ്ഞിരിക്കണം. ദിവസവും ഒരു കൽപ്പനയെങ്കിലും വായിച്ചറിഞ്ഞിരിക്കണം. എന്താണ് യഹോവ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ചെയ്യുമോ? ഒരു കടമയ്ക്ക് വേണ്ടി സങ്കീർത്തനം മാത്രം വായിക്കും, സദൃശവാക്യം വായിക്കും, വേറെ ഒരു അധ്യായവും വായിക്കില്ല. അങ്ങനെയല്ല. കർത്താവായ യേശുവിന്റെ ജീവചരിത്രം, യേശു സംസാരിച്ച വിധം, മലപ്രസംഗങ്ങൾ കൂടുതലായി വായിക്കൂ. അവയെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചു വെക്കണം. പൗലപ്പോസ്തലനെ കൊണ്ട് സുവിശേഷങ്ങളിൽ എഴുതിയ വചനങ്ങൾ, ഇതെല്ലാം വിശ്വാസികൾ, ഈ കാലത്ത് യേശുവിനെ പിന്തുടരുന്ന വിശ്വാസികൾ പാലിക്കേണ്ടതായ കൽപ്പനകൾ എഴുതി തന്നിരിക്കുന്നു. ഇതെല്ലാം വായിച്ചറിയണം. ദൈവമേ, ഞാൻ അങ്ങയുടെ വചനം നന്നായി അറിയണം, എന്നെ ഉണർവുള്ളവനാക്കണമേ എന്നർത്ഥത്തോടെ പ്രാർത്ഥിക്കൂ. അതാണ് നിങ്ങളുടെ ആത്മാവിന് സുരക്ഷയും നിങ്ങളുടെ ഭാവിയിലെ അനുഗ്രഹത്തിനും ഏറ്റവും പ്രധാനവും അതാണ്. എന്നാൽ പ്രാർത്ഥിക്കൂ, കർത്താവേ, അങ്ങയുടെ കൽപ്പനകൾ ഞാൻ അറിയണം. എന്നെ ഉണർവുള്ളവനായി മാറ്റുന്ന കൽപ്പനകൾക്കായി സ്തോത്രം. അതറിയാനുള്ള കൃപ എനിക്ക് തരേണമേ. ഞാൻ എപ്പോഴും തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തുവാനായി, പെടുന്നവളായി സമർപ്പണ മനോഭാവത്തോടെ ഇരിക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ